തൃശൂർ ശക്തൻ നഗറിലെ OWC പ്ലാന്റ് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. പ്ലാന്റിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലത്തിനും ഈച്ചശല്യത്തിനും ദുർഗന്ധത്തിനുമൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആകാശപാതയും ബസ് സ്റ്റാൻഡും ഹോട്ടലുകളും മറ്റ് കച്ചവടങ്ങളുമൊക്കെയായി തിരക്കു പിടിച്ച ശക്തൻ നഗറിന്റെ മധ്യഭാഗത്തുള്ള OWC പ്ലാന്റിന്റെ അവസ്ഥയാണിത്. തൃശൂർ നഗരത്തിലെ ജൈവമാലിന്യ സംസ്കരണത്തിനായി 2018 പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ആദ്യകാലത്ത് പ്ലാന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് പൊതുജനങ്ങൾക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടായി മാറി. ദുർഗന്ധം കാരണം യാത്രക്കാർക്ക് മൂക്കുപൊത്തി സ്റ്റാൻഡിനുള്ളിലേക്ക് വരേണ്ട അവസ്ഥ. ഈച്ചശല്യവും രൂക്ഷമാണ്. ഇവിടെ ഈ ചാലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര മണമാണ്. ഇവിടെ വരുമ്പോൾ ഈച്ചയുടെ ശല്യമുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് വേസ്റ്റ് കടകളൊക്കെ ഉള്ളതുകൊണ്ട് ആ വേസ്റ്റുകളും ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒന്ന് പോകാൻ പറ്റുന്നില്ല. ആ സ്മെല്ലെടുത്തിട്ട് കവനിൽ ഒന്നെങ്കിലും ഇവിടെ മാറ്റണം, അല്ലാണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ്. പ്ലാന്റിലെ മിക്ക യന്ത്രങ്ങളും തകരാറിലാണ്. മാലിന്യം ശരിയായ രീതിയിൽ വളമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. മഴക്കാലമായതോടെ മലിനജലം ഒഴുകി പുറത്തേക്കെത്തുമ്പോൾ സമീപത്തുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്കും ആശങ്കയുണ്ട്. നിരവധി പേർ ദിവസവും എത്തുന്ന ശക്തൻ സ്റ്റാൻഡിലെ ബസ് ജീവനക്കാർക്ക് വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത അവസ്ഥ. ഇവിടുത്തെ നിലവിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് കൊണ്ട് ഇവിടെ ഡംപ് ചെയ്തിട്ട് ഇവിടെ ഒരു കാര്യങ്ങൾക്കും പറ്റില്ല. നിറയെ ഈച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് രാവിലെ നേരത്തോടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭക്ഷണം ചീലികൾ കഴിക്കാൻ ഇവിടെ ഒന്നും സാധനത്തിനും പറ്റുന്നില്ല. പിന്നെ ഇവിടെ കടകളിൽ നിന്ന് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒരു കാര്യങ്ങൾക്കും പറ്റുന്നില്ല. നടപടി ഇപ്പോൾ ഇതുവരെ ആരും എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൽ കയറാൻ പറഞ്ഞവർ, അതുപോലെ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തീരെ പറ്റുന്നില്ല. ശക്തൻ സ്റ്റാൻഡ് കോർപ്പറേഷൻ ഇല്ലാത്ത രീതിയിലാണ് പോണത്. ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യങ്ങൾ എന്ത് കാര്യത്തിൽ പറഞ്ഞാലും സ്റ്റാൻഡിനെ കുറിച്ച് ആർക്കുമില്ല. സ്റ്റാൻഡ് ഫീസ് പിരിക്കുക, അത് മാത്രമാണ് ഒരു ലക്ഷ്യമായിട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയില്ല. ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ നിന്നും ഈച്ചയും കൊതുകുമൊക്കെ ബസ് സ്റ്റാൻഡിനുള്ളിലേക്കും എത്തുകയാണ്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഈ അനാസ്ഥ തുടരുന്നത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറുണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ സ്ഥിരം യാത്രക്കാർ. ഈ ദുരിതത്തിന് ശാശ്വതമായൊരു പരിഹാരമില്ല എന്നാണ് ഉയരുന്ന ചോദ്യം. ക്യാമറാമാൻ വിപിൻ കോതച്ചർക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ.